ഹായ്, ചെറിയൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഷെറിൻസിൻ്റെ ഓഫ്ലൈൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോവിഡിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഓഫ്ലൈൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും കരുതിയതല്ല. എറണാകുളത്ത് വന്ന ശേഷം എനിക്ക് ചെറുതെങ്കിലും ഒരു ഓഫ്ലൈൻ ക്ലാസ് ചെയ്യാൻ പറ്റും, അതും ഷെറിൻസ് എന്ന ഐഡൻറ്റിറ്റിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന വളരെ കുറച്ച് പേരുണ്ട്. ഒരുപാട് ഞാൻ മാനസികമായി ഡൗൺ ആയിരുന്ന സമയത്ത് എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത കുറച്ച് പേരുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി പറയാൻ കൂടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ. ഭയങ്കരധികം ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഞാനിങ്ങനെ പറഞ്ഞു, ഇനി എനിക്ക് എപ്പോൾ ക്ലാസ് ആയിട്ട് ആക്റ്റീവായിട്ട് വരാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പം ഷെറിന് പറ്റും, ഷെറിന് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി. തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും സ്നേഹവും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാകണം. കോവിഡ് വന്നപ്പോഴായിരുന്നു പാലക്കാട് എൻ്റെ സെൻറ്റർ ക്ലോസ് ചെയ്തത്. ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു ചെറിയ ഒരു സ്റ്റുഡിയോ ആയിരുന്നു. ആദ്യം ഞാൻ വളരെ ചെറിയൊരു സ്റ്റുഡിയോ ആയിരുന്നു നടത്തിയിരുന്നത്. അവിടുന്ന് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് ഒരു 4 മാസത്തിനുള്ളിലായിരുന്നു പുതിയ സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നത്. ആ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും കോവിഡ് വന്നു. കോവിഡ് വന്നിട്ടും സെൻറ്റർ ക്ലോസ് ചെയ്തിരുന്നില്ല. ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു തിരിച്ചു കയറാൻ പറ്റുമെന്നുള്ളത്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ടിൻ പ്രഗ്നൻസി ആയി. ടിൻ പ്രഗ്നൻസി ആയപ്പോഴും പ്രത്യേകിച്ച് അങ്ങനെ ഡൗൺ ആയില്ല. പക്ഷേ സെൻറ്റർ ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഭയങ്കരധികം വീക്കായി പോയി. ആ സെൻറ്റർ ഒഴിയുന്ന ആ ഒരു ടൈം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അങ്ങനെ ക്ലാസ് താൽക്കാലികമായിട്ട് ഒഴിയാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. ഈ സ്റ്റുഡിയോ ഒഴിയുന്ന ഒരു സിറ്റുവേഷൻ വല്ലാത്തൊരു അവസ്ഥ തന്നെ ആയിരുന്നു. 3 മന്തോളം ഞാൻ തേർഡ് ടിൻ പ്രഗ്നൻസി ആയിരുന്നു. ഭയങ്കര സങ്കടം തന്നെയായിരുന്നു. അപ്പോൾ എന്നെ ഹസ്ബൻഡ് സമാധാനിപ്പിച്ചു, പിന്നെ ഇല്ല നമുക്ക് തിരിച്ച് കയറാൻ പറ്റും. അതേപോലെ തന്നെ ആ സമയത്ത് ലൈവിൽ എൻ്റെ ഓൺലൈൻ ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്ന 2 പേരുണ്ടായിരുന്നു. മെയിനായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രശ്മി ഉണ്ടായിരുന്നു. അവൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇമോഷൻസ്. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല നിനക്ക് തിരിച്ച് കയറാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ ഒരു മൊമെൻറ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ അത്രയധികം ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് എന്ന് പറയില്ല, ആ സാഹചര്യത്തിലായിരുന്നു ഞാൻ നിന്നത്. ഞാൻ ചിലപ്പോൾ ഇപ്പോഴും പറയുമ്പോൾ ഇമോഷണലായി പോവും. അതിനുശേഷം പിന്നെ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടിരുന്നു, എനിക്ക് തിരിച്ച് കയറാൻ പറ്റും. കാരണം പാലക്കാട് എനിക്ക് അത്യാവശ്യം ബേസ് ഉണ്ട്, അത്യാവശ്യം എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ എൻ്റെ സെൻറ്റർ നല്ല രീതിയിൽ റൺ ചെയ്തു. ഞാൻ സ്കൂൾസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, IMAയുടെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. എന്നെ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. എന്നാലും മെയിനായിട്ട് എൻ്റെ പ്രൊഫഷണൽ എനിക്ക് ഈ പേര് തന്നത് തന്നെ മൈത്രി മാം വേണു സാർ എന്നെ പ്രൊഫഷണലോട്ട് ആക്കിയത്. ഒരിക്കലും ഷെറിൻസ് എന്ന പേര് ഞാനിട്ടതല്ല. പിന്നെ ദിവ്യ മാഡം, പ്രവീൺ സാർ, എസ്തർ ഡോക്ടർ, മീര മാഡം, കുറേ പേരുണ്ട്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ ഒരുപാട് നല്ല സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മുന്നോട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന. ടിൻ ഡെലിവറി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം പ്രവീൺ സാർ, ദിവ്യ മാഡം, ഷെറിന് ഇങ്ങനെ ഇരുന്ന് പോകരുത്, വീട്ടിലെങ്കിൽ വീട്ടിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കുറച്ച് സ്ഥലമുള്ളൂ അവിടെ ചെയ്യാൻ പറ്റും, അതൊന്നും സാരമില്ല, ഞങ്ങൾ എന്തായാലും ഉണ്ടാവും, ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഞാൻ അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കി. കാരണം ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചത് ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, അത് ഒരാൾ 2 ആളോ രാത്രിയിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത് പ്രഗ്നൻസിയുടെ സമയത്ത്, സെക്കൻഡ് പ്രഗ്നൻസിയുടെ സമയത്തൊന്നും ഞാൻ ഒരു തരം റെസ്റ്റ് എടുത്തിട്ടില്ല. ഡെലിവറിയുടെ 2 ആഴ്ച വരെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും ഇങ്ങനെ പറയും, ഷെറിൻ റെസ്റ്റ് എടുക്കണം. എല്ലാവർക്കും അറിയായിരുന്നു ആ ഒരു ജേണി. അപ്പം എൻ്റെ തൊട്ടടുത്ത സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, ഷെറിന് ഡെലിവറി ഡേറ്റ് എന്താണെന്ന് ഓർമ്മയുണ്ടോ, പ്രസവിക്കാൻ ഷെറിന് ടൈം കിട്ടുമോ. ലാസ്റ്റ് ടൈം അതായത് ഡെലിവറിക്ക് 1 മാസം മുമ്പുള്ളപ്പോൾ ഞാൻ 25 കുട്ടികളെ വെച്ചിട്ട് സ്റ്റേജ് ഷോ ചെയ്തത്. ആ സമയത്ത് എനിക്ക് BP കൂടിയിട്ട് ഒബ്സർവേഷനിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഇല്ല മാഡം എനിക്ക് പറ്റില്ല, എൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിൽ കുട്ടികളും പാരൻസൊക്കെ അവിടെ വരും. അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ട്. അപ്പം മാഡം പറഞ്ഞു, ശരി എന്നാൽ പൊക്കോ. പറ്റിയ ഞാൻ വൈകുന്നേരം സബിത മാഡം, എൻ്റെ എല്ലാ സ്റ്റോറീസും മാഡം എപ്പോഴും കാണുന്നതാണ്, മാഡം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ദിവ്യ മാഡം, പ്രവീൺ സാറും ഉണ്ടായിരുന്നു ആ സമയത്ത്. അവരുണ്ടാവും ആ ടൈമിൽ അവിടെ പ്രോഗ്രാമിന്. സാറിൻ്റെ പിന്നെ മാഡത്തിൻ്റെ മോനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും ആക്റ്റീവായിരുന്നു.
അപ്പോൾ കോവിഡ് വന്ന സമയത്ത് പ്രഗ്നൻസിയുടെ സമയത്ത് ഞാനിങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ പ്രഗ്നൻസിയുടെ ഓരോ വർക്കൗട്ട് വീഡിയോസൊക്കെ ചെയ്തു, ചെറിയ ചെറിയ മൂവ്മെൻറ്റൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ ഡോക്ടേഴ്സ് എന്നെ റെസ്ട്രിക്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ, പിന്നെ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു മാനസിക ബലത്തിൻ്റെ ഇതിൽ ഞാൻ അപ്പോഴും ക്ലാസ്സൊക്കെ ആയിട്ട് ആക്റ്റീവായിരുന്നു, വർക്കൗട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ എറണാകുളത്തോട്ട് മൊത്തത്തിൽ വരുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം എന്താ പറയുക, ഞാൻ അവിടെ നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ 4 കുഞ്ഞുങ്ങൾ, ഇവർക്ക് 1 വയസ്സേ ആവുന്നുള്ളൂ, ടിൻ ബേബീസിന്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് പെട്ടെന്ന് പിന്നെ ടിൻ ബേബീസിൽ ഒരാൾക്ക് വയ്യാതായി. അങ്ങനെ ഞങ്ങൾ രാത്രിക്ക് രമാനം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുക. അന്ന് ഞാൻ പേടിച്ചു പോയി, എനിക്ക് മനസ്സിലായി പുള്ളിയുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ എറണാകുളത്തോട്ട് വന്നു. എറണാകുളത്തോട്ട് വന്നിട്ട് എന്നെ പലരും മോട്ടിവേറ്റ് ചെയ്തു, പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അങ്ങേയറ്റം മാനസിക തകർച്ചയിൽ പോയി. എൻ്റെ ചുറ്റുമുള്ള ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഈവൻ എൻ്റെ ഹസ്ബൻഡിന് പോലും അത് എത്രത്തോളം ഉണ്ടായ എൻ്റെ പെയിൻ്റെ ഡെപ്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാനിങ്ങനെ ഇമോഷണലായിട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര കുറവാണ്. ഞാൻ മനഃപൂർവ്വമായിരുന്നു അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. ഇത് ഞാൻ എത്ര കാലം കഴിഞ്ഞ് പറഞ്ഞാലും ഇങ്ങനെയായിരിക്കും പറയുക. അങ്ങനെ ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആ ഒരു സിറ്റുവേഷനിൽ പോയി. ഞാൻ തനിയെ അവിടെ നിന്ന് കരകയറി. കാരണം ഞാൻ ചിന്തിച്ചത് ഇനി എനിക്ക് എന്ത്. കാരണം എറണാകുളത്ത് വന്നിട്ട് എന്നോട് പലരും സംസാരിക്കുമ്പോൾ, വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയണം, ഞാൻ ആരാ, ഞാൻ എന്താ, ഞാൻ ഇന്ന കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവരി വൺ ഞാൻ ഇന്ന ആളായിരുന്നു, ഇന്നത് ചെയ്തു, ഇന്ന സ്ഥലങ്ങൾ വർക്ക് ചെയ്തു. എനിക്ക് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ഒരു ആവശ്യകത. പിന്നെ പാലക്കാട് എനിക്ക് അങ്ങനെ ഒന്നും പറയണ്ട, കാരണം എന്നെ തേടിയിട്ടായിരുന്നു. വലിയതൊന്നും അല്ലെങ്കിലും 10 പേരെങ്കിലും എന്നെ തേടി വരുന്നൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. അത് ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് ഞാൻ അവിടം വരെ എത്തിയത്. അങ്ങനെ ഞാനിത് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുള്ളൂ. ഞാനിത് 3ാമത്തെ ടേക്ക് എടുക്കണം, എന്നെക്കൂടി ഇങ്ങനെ പറയാൻ പറ്റൂ. അങ്ങനെ ഞാൻ എന്ന് വെച്ചാൽ എല്ലാം സീറോയിലായിപ്പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും? ഫിസിക്കലി എനിക്ക് ടിൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. പിന്നെ ഞാൻ ഈ പ്രൊഫഷനിൽ നിൽക്കില്ല. ഞാൻ കുറേ പോസ്റ്റുകളായിട്ട് എഴുതിയിട്ടുണ്ട്, ഇനി ഒരിക്കലും ഞാൻ ഈ പ്രൊഫഷനിൽ ആക്റ്റീവായിട്ട് വരില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ ഞാൻ പറഞ്ഞ പോസ്റ്റുകൾ കിടപ്പുണ്ട് ഫേസ്ബുക്കിൽ. പിന്നെ അവിടെ നിന്നൊക്കെ കയറി വന്നു. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു, ഷെറിൻ എറണാകുളം എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരുപാട് സാധ്യതകളുള്ള സ്ഥലം, അവിടെ ഷെറിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ വലിയ ഡാൻസ് ക്ലാസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ 2-3 മക്കളുണ്ട്, വേറെ എവിടെ ഒരു പോളില്ല. ഞാൻ മതി എന്ന് പറഞ്ഞിട്ട് ഷെർമാം എന്ന് വരും എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അവിടെ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് എൻ്റെ മക്കളൊക്കെ എന്നിലേക്ക് വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ 10 പേര് ഇന്നും അവിടെ വെയിറ്റിംഗാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല, കാരണം എൻ്റെ മക്കൾ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ട്. അങ്ങനെ ഞാൻ പഠനത്തിലോട്ട് തിരിഞ്ഞു. 3 കോഴ്സ് എടുത്തിട്ട് ഞാൻ തലയിൽ വെച്ചത്. അത്രയും ഒരു സഫർ ചെയ്യുന്ന സിറ്റുവേഷനിൽ മക്കൾ ട്വിൻസാണ്, ഭയങ്കര ഒരു കണ്ടീഷനായിരുന്നു. എന്നിട്ട് ഞാൻ 3 കോഴ്സിലേക്ക് പോയത് എനിക്ക് മെൻ്റലി എന്നെ തിരിച്ചു കൊണ്ടുവരണം, ഞാൻ വീണ് പോകരുത് എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് പഠനത്തിലേക്ക് തിരിഞ്ഞ് അങ്ങനെയൊക്കെ വന്ന്. പിന്നെ ഞാൻ 1 ഇയർ ഞാൻ ലൈഫ് ചേഞ്ചർ ജോയിൻ ചെയ്തത് എനിക്കൊരു നല്ലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. എനിക്ക് മെൻ്റലി സ്ട്രോങ് ആവാനും കുറച്ച് പഴയ രീതിയിൽ ട്രെയിനിങ് ചെയ്യാനും എൻ്റെ മുന്നിലേക്ക് വന്ന ആൾക്കാരെയൊക്കെ ആ പഴയ ഒരു ഇതില്ലെങ്കിലും എന്നാലും പഴയ ഒരു സ്കില്ലോട് കൂടിയിട്ടൊന്നല്ല, അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടൊന്നല്ല ഞാൻ എൻ്റെ ട്രെയിനിങ് ഇവിടെ എറണാകുളത്ത് കൊടുത്തത് ലൈഫ് ചേഞ്ചിൽ. പക്ഷെ എന്നിരുന്നാലും അതിലെല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് നല്ല റിവ്യൂസ്, നല്ല അഭിപ്രായങ്ങളെല്ലാം കിട്ടി. അതെനിക്കൊരു കോൺഫിഡൻറ്റ് തന്നു. പിന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്ന ശേഷം അവിടുത്തെ ജോലി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ക്ലാസ് തുടങ്ങാനൊരു അവസരം വന്നത്. ഞാനിപ്പം ഓഫ്ലൈൻ ട്രെയിനിങ് എടുക്കാൻ പോകുന്നത് പാരീസിലെ സ്പോർട്സ് സെൻറ്ററിലാണ്. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എനിക്ക് തിരിച്ച് കയറാൻ പറ്റി. അതൊരു ഭയങ്കര സന്തോഷം. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വിചാരിക്കണ എൻ്റെ ഉമ്മച്ചി ഇല്ല, എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ. ഞാൻ ഈ പ്രൊഫഷനിലോട്ട് വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഉമ്മച്ചിയാണ്. ഞാൻ കുറേ അപ്പ് ആൻഡ് ഡൗൺസിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിഷമങ്ങളും എൻ്റെ എല്ലാ സംഭവവും ഞാൻ എൻ്റെ ഉമ്മച്ചിയോടായിരുന്നു പറഞ്ഞത്. ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും മോനെ ശരിയാവും, അവൾ വിഷമിക്കല്ലേ, മോന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് തന്നെ എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ക്ലാസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചി ഇവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായേനെ. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ എറണാകുളം പോലത്തെ ഒരു സ്ഥലത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഐഡൻറ്റിറ്റി ഞാൻ എങ്ങനെ കൊണ്ടുവരുന്നൊരു പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ചെറിയ ക്ലാസ് ചെയ്യാനൊരു അവസരം കിട്ടി. എറണാകുളം പോലത്തെ ഒരു വലിയ സിറ്റിയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നാനുള്ള ഒരു പ്രധാന കാരണം, ഞാൻ ഭയങ്കരധികം ഡൗൺ ആകാനുള്ള മറ്റൊരു കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ
പാലക്കാടിനെ അപേക്ഷിച്ച് ഇവിടെ വാടകയും അതേപോലെ തന്നെ അഡ്വാൻസൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം നിലവിൽ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് അതൊന്നും പോസിബിൾ ആകില്ല. അങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് എൻ്റെ മുന്നിലേക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ, ഞാൻ പോലും അറിയാതെ. അത് എനിക്ക് ശരിക്കും ഭയങ്കരധികം ഒരു ബ്ലെസ്ഡ് ആയിട്ട് തോന്നി, ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നവരോട് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് ഭയങ്കരധികം വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന പിന്നെ എല്ലാവർക്കും, അതായത് മെയിനായിട്ട് എൻ്റെ ഫാമിലി എടുത്തു പറയുകയാണെങ്കിൽ അനീക്കാൻ ഫാമിലി, അതേപോലെ തന്നെ ഈ ടർഫിലെ നമ്മളിവിടെ വീടിൻ്റെ അടുത്തുള്ള ടർഫിലെ സാറിനും മാഡത്തിനും അവരോടൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അധികം കടപ്പാടുണ്ട്. പിന്നെ പാലക്കാട് നിന്ന് എറണാകുളത്തേക്കുള്ളൊരു വരവ് എന്നെ വളരെയധികം മാനസികമായിട്ട് തകർത്താനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം വീക്കായിരുന്നു. കാരണം ഒരു നോർമൽ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഡെലിവറി കഴിഞ്ഞ് ജസ്റ്റ് 1 ഇയർ മാത്രമേ ആവുന്നുള്ളൂ. ഫിസിക്കലി മെൻ്റലിയൊക്കെ ഞാൻ വളരെ വീക്കായിരുന്നു. കുറേ അധികം സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നൊരവസ്ഥയിലായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോഴാണ് ഞാൻ ഭയങ്കര അധികം ഡൗൺ ആയി അങ്ങ് പോയത്. ഒരു പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഞാൻ ബോൾഡായിരിക്കും, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. പിന്നെ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ ഏറ്റിട്ടുള്ള മുറിവുകൾ, അല്ലെങ്കിൽ അന്നേരം ഞാൻ കടന്നു പോയിട്ടുള്ള അവസ്ഥകൾ, അതൊക്കെ എത്ര കാലം കഴിഞ്ഞാലും മനസ്സിൽ ഇങ്ങനെ ഒരു 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 ഓർക്കുമ്പോൾ ഒരു നോവായിട്ട് അത് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോയപ്പോൾ ഈ ഒരു ഇമോഷൻസ് വന്നത്. ഈ പാരീസിൻ്റെ ടർഫിലാണ് എൻ്റെ ക്ലാസ്സുകൾ പോകുന്നത്. ഇപ്പം കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഇനി പബ്ലിക്കലി ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ വഴിയാണ് അനൗൺസ് ചെയ്യുന്നത്. ഇനി നോട്ടീസും കാര്യങ്ങളൊക്കെ വരും. കൂടാതെ ഞാനിവിടെ ഒരു വേറൊരു ടർഫും കൂടിയുണ്ട്, സിൻസിയർ സ്പോർട്സ്. അവിടുത്തെ സാറിനും മാഡം അവരും എന്നെ ഭയങ്കരധികം സപ്പോർട്ട് ചെയ്തു. ഞാനിങ്ങനെ പോയി സംസാരിച്ചപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എന്നെ ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ എനിക്ക് 2 സെക്ഷൻസ് ആയിട്ട് ക്ലാസ്സുകൾ, മോർണിംഗ് ആൻഡ് ഈവനിങ് ആയിട്ട്. മോർണിംഗ് പാരീസിലും ഈവനിങ് ഇവിടെ. പിന്നെ നമ്മൾ ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പം അതും ഇവിടെ ക്ലാസ് എടുക്കുന്നത് വീണ്ടും തൊട്ടടുത്താണ്. അപ്പോൾ അവരും ഭയങ്കര എനിക്ക് സപ്പോർട്ടീവാണ്. അപ്പോൾ ശരിക്കും ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. ഈ എറണാകുളം പോലൊരു സിറ്റിയിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിൽ എൻ്റെ ചെറിയതായിട്ടൊരു ക്ലാസ്, അന്ന് ഞാനൊരു ഇത്രയും വലിയ സ്റ്റുഡിയോയിലാണ് ചെയ്തെങ്കിൽ ഇന്ന് ഞാൻ ഒരു ടർഫിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടുന്ന് ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു ഹോപ്പുണ്ട്, നല്ലൊരു സെൻറ്ററിലോട്ട്, എനിക്ക് നല്ലൊരു സ്റ്റുഡിയോയിലോട്ട് എനിക്ക് മാറാൻ പറ്റുന്നു. സോറി, എനിക്ക് സത്യത വിഷമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ശരിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാൻ അത്രയും ഡെലിവറി കഴിഞ്ഞ് കോംപ്ലിക്കേഷൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അലറി കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പ്രൊഫഷനിൽ ഇനി നിൽക്കില്ല. പിന്നെ ചില സമയത്തേക്ക് ഇമോഷൻസ് പുറത്ത് വരണം. എല്ലാവരും ഇങ്ങനെ പറയും ഷെറിനെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നു, ഷെറിനെല്ലാം പറ്റും, ഷെറിനെ കൊണ്ട് പറ്റും. പക്ഷെ പറ്റണതല്ല, കുറേ സ്ട്രഗിൾസിൽ നിന്നുകൊണ്ട് പൊരുതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് വന്നപ്പം സീറോയിലായിപ്പോയല്ലോ, ഞാൻ കെട്ടിപ്പടുത്ത് വെച്ചതൊക്കെ പോയല്ലോ. പലരും അന്വേഷിച്ചിട്ടുണ്ട്, നീ ഈ ഫീൽഡിൽ നിന്ന് എന്തുണ്ടാക്കി, നിനക്ക് വേറെ ജോലി നോക്കിക്കൂടെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിലും ഒന്നും അല്ലാതെ സീറോയിൽ പോയല്ലോ ഞാൻ. അന്ന് ഞാൻ അതിനെയൊക്കെ എതിർത്ത് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഈ പ്രൊഫഷണൽ എന്തെങ്കിലും ആകാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് സ്വന്തമായിട്ട് സെൻറ്റർ ഇല്ലെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാം. എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ ആർജിച്ചെടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് ജസ്റ്റ് തിയറി മാത്രമല്ല, പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരുപാട് കാര്യങ്ങൾ എന്നിലുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിന് ഒരുപാട് നന്ദി, സർവശക്തന് ഒരുപാട് നന്ദി. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ഇനി തുടർന്നും ഉണ്ടായിരിക്കണം. ഞാൻ ഭയങ്കര ഇമോഷണലായി ഫസ്റ്റ് ക്ലാസ് വന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ പറയേണ്ടതാണ്. ഞാൻ എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക് ഇത്തിരി ഗ്യാപ്പ് എടുത്തിരുന്നു. അപ്പം ഞാൻ ഷെറിൻ കമ്മിങ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇട്ടിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ പഞ്ചോട് കൂടി ഇടണം എന്ന് വെച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഭയങ്കര ഇമോഷണലായിപ്പോയി. വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി. ഇങ്ങനെ തന്നെ കിടക്കട്ടെ, ഈ ഇമോഷൻസ് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഞാൻ 2-3 വട്ടമൊക്കെ റീടേക്ക് എടുത്തു. എന്നെ കൊണ്ട് പറ്റണില്ല, എനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നുള്ളൂ. ഇത് എപ്പോൾ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുള്ളൂ. അപ്പോൾ വീഡിയോ വെച്ചത് എല്ലാവർക്കും തന്നെ. അപ്പം ഷെറിൻസ് നല്ലൊരു ഇന്ന് ടർഫിൽ നിന്ന് തുടങ്ങുന്ന ഈ ചെറിയൊരു പ്രസ്ഥാനം വലിയൊരു പ്രസ്ഥാനമായിട്ട് നാളെ മാറട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടായിരിക്കണം. അപ്പം എന്നെ സ്നേഹിക്കുന്നവരോട് ഈ സന്തോഷം എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.